PCOD. എന്താണ് PCOD? എന്തുകൊണ്ടാണ് PCOD വരുന്നത്? വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വന്നാൽ ആയുർവേദത്തിൽ പരിഹാര മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതേക്കുറിച്ചൊക്കെ അറിയാം. ഡോക്ടർ KS വിമൽകുമാർ ചേരുന്നു. വൈദ്യരത്നം ഔഷധശാലയിലെ സീനിയർ ഫിസിഷ്യനാണ് ഡോക്ടർ വിമൽകുമാർ. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാം. PCOD അല്ലെങ്കിൽ PCOS എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം PCOD എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഇന്ന് വളരെ വ്യാപകമായിട്ട് ലോകമൊട്ടാകെ കാണുന്നു. അതിൽ തന്നെ ഇന്ത്യയിൽ 10 സ്ത്രീകളിൽ ഒരാൾക്ക് പോലും PCOD അല്ലെങ്കിൽ PCOS ഉണ്ട് എന്ന പഠനങ്ങൾ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ PCOD എന്ന രോഗാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാരണങ്ങളിൽ ഒന്ന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ മാറിയ ജീവിത രീതി, മാറിയ ആഹാര രീതി ഇതൊക്കെ തന്നെ വലിയൊരളവോളം ഇതിന് കാരണമാകുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ആഹാരം കുറേയധികം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് വളരെ കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. പലപ്പോഴും നമുക്കറിയാം ആവശ്യത്തിലധികം ആഹാരം കഴിക്കുക, അസമയത്ത് ആഹാരം കഴിക്കുക, ഒരു ഭക്ഷണം ദഹിക്കാൻ സമയം കൊടുക്കാതെ അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക, ഇത്തരത്തിലൊരു ഫുഡ് പ്രാക്ടീസ് നമുക്ക് വന്നു കഴിഞ്ഞു. അതിനനുസരിച്ച് ഒരു വ്യായാമ രീതി നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എത്രത്തോളം നമുക്ക് ആയാസമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളൊരു ആഹാരം കഴിക്കുമ്പം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തീരുമാനിക്കാനും. അതേസമയം ആവശ്യത്തിലധികം ആഹാരം കഴിക്കുകയും അത്ര തന്നെ ആയാസമില്ലാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഇന്ന് കാണുന്നത്. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഇഷ്യൂ അല്ലെങ്കിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് ഇഷ്യൂ കൂടാതെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇന്ന് PCODക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദേഹത്ത് വേണ്ട പോലെ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനശേഷി കുറയുന്നതും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മളിന്ന് PCODക്ക് കാണാറുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ കാരണങ്ങൾ. ഇതിന്റെ ലക്ഷണങ്ങൾ പലതരത്തിലായിരിക്കും പല ആളുകളിലും അല്ലെങ്കിൽ പല കുട്ടികളിലും അല്ലെങ്കിൽ പല സ്ത്രീകളിലും കാണാറുള്ളത്. പൊതുവെ കാണുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒന്നുകിൽ ഡേറ്റിന് നേരത്തെ പീരീഡ്സ് വരിക അല്ലെങ്കിൽ വളരെ വൈകി വരിക. ഇത്തരത്തിൽ ഒരു ക്രമം തെറ്റിയ ആർത്തവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം PCODയിൽ. അതോടൊപ്പം മറ്റ് നേരിട്ട് നമുക്ക് കാണാവുന്ന മാറ്റങ്ങളിലൊന്ന് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികം ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, പ്രത്യേകിച്ചും താടി അല്ലെങ്കിൽ ചെസ്റ്റ്, വയറിന്റെ മുകളിൽ അല്ലെങ്കിൽ മുഖത്തിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഭാഗങ്ങളിൽ എക്സസ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒരു കോമൺ സിംറ്റം ആണ് അല്ലെങ്കിൽ ഒരു പൊതുവായി കാണുന്ന ലക്ഷണമാണ് ഇൻ PCOD. മറ്റൊന്ന് കഴുത്തിന് പിൻഭാഗത്തൊക്കെയുള്ള ഒരു നിറവ്യത്യാസം അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ, അത്തരം ഒരു ചേഞ്ചസ് ഈ കളറിൽ കഴുത്തിന്റെ ബാക്കിലും നമ്മൾ ഈ PCODയിൽ കാണാറുണ്ട്. ഇതോടൊപ്പം വേദനയോട് കൂടിയ ആർത്തവം, പീരീഡ്സിന് മുമ്പോ പീരീഡ്സിനോട് ചേർന്നോ പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ ഒരു കോമൺ സിംറ്റം ആണ് ഈ PCODയിൽ. ഇതോടൊക്കെ ചേർത്ത് വെക്കാവുന്ന അല്ലെങ്കിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ PCOD അല്ലെങ്കിൽ PCOS ഉള്ള ആളുകളിൽ പലപ്പോഴും ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനം പ്രോപ്പറായിട്ട് നടന്നു കാണാറില്ല. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് വരെ കാരണമായിട്ട് കാണാറുണ്ട്. സോ PCOD PCOSന്റെ ലക്ഷണം ശാരീരികമായിട്ട് കാണുന്ന ഇത്തരം മാറ്റങ്ങൾ മാത്രമല്ല, അല്ലാതെ അത് വന്ധ്യത പോലെയുള്ള അവസ്ഥയിലേക്ക് വരെ എത്താൻ കാരണമാവുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മൾ അമിതമായിട്ടുള്ള ഭാരം അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ ഒരു അമിത ഭാരം അല്ലെങ്കിൽ തീരെ ശോഷിച്ച് മെലിഞ്ഞ അവസ്ഥ, ഇത്തരം ചേഞ്ചസും നമ്മൾ പേഷ്യൻസിൽ പലപ്പോഴും കാണാറുണ്ട്. ഈവൻ ഇനി PCOD ഉണ്ട് അല്ലെങ്കിൽ PCOS ഉള്ള അവസ്ഥയിൽ ഗർഭം ധരിച്ചു എന്ന് വെച്ചാൽ ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ഗർഭസ്രാവം ഉണ്ടായി കാണാറുമുണ്ട്. സോ ഇൻഫെർട്ടിലിറ്റി വരെ എത്താകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. ഇതോടൊപ്പം മറ്റൊരു കോമൺ സിംറ്റം കൂടി ചേർക്കാനുള്ളത് പിമ്പിൾസ് പോലെയുള്ള മുഖത്തുണ്ടാകുന്ന കുരുക്കളൊക്കെ വല്ലാതെ കൂടുതലായിട്ടും ഈ PCOD അല്ലെങ്കിൽ PCOSൽ കാണാറുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ PCODയിൽ നമ്മൾ കാണുന്നത്. ചികിത്സ, ഓഫ് കോഴ്സ് ഇതിന്റെ കാരണം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇതിന്റെ ചികിത്സ എന്നുള്ളത്. നല്ല ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് നല്ല ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുക, നല്ല ആഹാര രീതി ഉണ്ടാക്കിയെടുക്കുക, സമയാസമയം ആഹാരം കഴിക്കുക, ക്വാണ്ടിറ്റി എപ്പോഴും അളവ്, വിശപ്പിന് അനുസരിച്ചുള്ള ആഹാരം ക്വാണ്ടിറ്റി ചൂസ് ചെയ്യുക, അമിതമായിട്ടുള്ള മാംസം, എണ്ണക്കടികളൊക്കെ നമ്മൾ പറയുന്ന എണ്ണപ്പലഹാരങ്ങൾ, അത്തരം ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ഇതിൽ ആക്ച്വലി തടി കൂടാൻ സാധ്യത ഉള്ളത് കൊണ്ടും വിശപ്പൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഹോർമോൺ ഇംബാലൻസ്ഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ബോഡി വെയിറ്റ് കൂടാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീന്റെ അംശം കൂടുതലുള്ള ആഹാരം കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
കാർബോഹൈഡ്രേറ്റ്സ് കുറവുള്ള, മധുരം പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള അത്തരമൊരു ഡയറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ, ഓട്സ് ഓഫ് കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്, റാഗി പോലെയുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് ആസ് എ ഹോൾ ഒഴിവാക്കിയിട്ട് അരി ഭക്ഷണം മാക്സിമം കുറച്ചിട്ട് നുറുക്ക് ഗോതമ്പ് പോലെയുള്ളതൊക്കെ നമുക്ക് നല്ല ഓപ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ആഹാര രീതി മാറ്റം വരുത്താനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്ന തരത്തിലുള്ള വ്യായാമം എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. മിനിമം ആയിട്ടുള്ള എക്സസൈസുകളാണെങ്കിൽ പോലും, വർക്കൗട്ടുകളാണെങ്കിൽ പോലും അത്തരം ഒരു ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് ഡെയിലി ഉണ്ടാക്കിയെടുക്കുക. ഫൈറ്റോ ഈസ്ട്രൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചേന പോലെയുള്ളത്, സോയാബീൻ പോലെയുള്ളത്, അതോടൊപ്പം ഇലക്കറികളൊക്കെ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറേയധികം മാറ്റം ഇത്തരം കണ്ടീഷനിൽ കൊണ്ടുവരാറുണ്ട്. ഇതോടൊപ്പം ചികിത്സ, ആയുർവേദ ചികിത്സയിൽ, ആയുർവേദ രീതിയിൽ ഒട്ടനവധി ചികിത്സ ഇത്തരം കണ്ടീഷനിൽ പറയുന്നുണ്ട്. ശോധന ശമന ചികിത്സകളൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആണ്. ശോധന ചികിത്സയിൽ പ്രധാനമായിട്ടും വസ്തി പോലുള്ള ചികിത്സകൾ, അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഉദ്വർത്തനം പോലുള്ള ചികിത്സകളൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. ശമന ചികിത്സയിൽ ഒട്ടനവധി മെഡിസിൻസ് ഉള്ളിലേക്ക് ഇന്റർണലി കഴിക്കാനുള്ള ഒട്ടനവധി മെഡിസിൻസ് എഫക്റ്റീവ് ആണ്. ഉദാഹരണത്തിന് സുകുമാരൻ കഷായം, സപ്തസാരം കഷായം, ഇത്തരം അരിഷ്ടങ്ങളാണെങ്കിൽ അശോകാരിഷ്ടം, ഇത്തരത്തിലുള്ള വ്യത്യസ്ത കോമ്പിനേഷൻസ് വളരെ എഫക്റ്റീവ് ആണ് ഇത്തരം കണ്ടീഷൻസിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത്തരം മെഡിസിൻസിലേക്ക് കടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റിലേക്ക് കടക്കുന്ന സമയത്തോ ഓഫ് കോഴ്സ് ഒരു ക്വാളിഫൈഡ് ഡോക്ടറിന്റെ അഡ്വൈസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്തരം രോഗങ്ങളിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളിലേക്ക് നമ്മൾ ഒരു രോഗത്തിലേക്ക് എത്തി എന്ന് ഉറപ്പാക്കുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല. നമ്മളൊരാൾക്ക് ഇതിൽ ഏതെങ്കിലും ലക്ഷണം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ആ രോഗിയായി മാറണമെന്നില്ല. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, അവിടെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ടുകൊണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ PCOD ഒക്കെ ആണെങ്കിൽ USGക്ക് ഒക്കെ വലിയ റോൾ ഉണ്ട്. അത്തരം അൾട്രാസൗണ്ട് സ്കാനിങ്സോ മറ്റു എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ അതും കൂടെയൊക്കെ ചെയ്തിട്ടാണ് രോഗം ഡയഗ്നോസ് ചെയ്യപ്പെടുക. അതിനുശേഷം യുക്തമായിട്ടുള്ള ചികിത്സയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇതോടൊപ്പം ലക്ഷണത്തിനനുസരിച്ച് പ്രത്യേകിച്ചും എക്സസീവ് ഹെയർ ഗ്രോത്ത്, അൺനെസസറി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഒക്കെ അത്തരം കണ്ടീഷൻസിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കൽ ആയിട്ടുള്ള ലേപങ്ങൾ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഓയിൽസ് ഒക്കെ നമുക്ക് ആയുർവേദത്തിലുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഓയിൽസ് ഒക്കെ നമുക്ക് ഇത്തരം ഹെയർ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഓയിൽസ് നമുക്കുണ്ട്. ഇതോടൊപ്പം പിമ്പിൾസ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പം അഗെയിൻ ലേബംസ് അല്ലെങ്കിൽ അത്തരം പാക്സ് ഒക്കെ നമുക്ക് ഫേസിൽ ചെയ്യാനായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള മെഡിസിൻസ് ഓഫ് കോഴ്സ് ഇത്തരം കണ്ടീഷനിൽ കൊടുക്കേണ്ടതായിട്ട് വരും. സോ എന്താണോ ആവശ്യം അതിനനുസരിച്ച് രോഗകാരണവും ലക്ഷണവും എല്ലാം നോക്കിക്കൊണ്ടായിരിക്കും ഇത്തരം ചികിത്സയിലേക്ക് കടക്കുക. അതുകൊണ്ട് ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, നമ്മളൊരാൾക്ക് ഇത്തരം കണ്ടീഷൻ ഉണ്ട്, ആ വ്യക്തി അല്ലെങ്കിൽ ആ രോഗി ഒരാളെ സമീപിച്ച് ഒരു മരുന്ന് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ആ ഒരേ മരുന്ന് വാങ്ങിച്ച് കഴിക്കുകയല്ല വേണ്ടത്. നമ്മളുടെ രോഗം ഡോക്ടറുമായി അഡ്രസ് ചെയ്ത ശേഷം കൃത്യമായ ഡയഗ്നോസിസ് എത്തിക്കൊണ്ട് വിത്ത് പ്രോപ്പർ ഡോക്ടർ അഡ്വൈസ് ആണ് ഇത്തരം ചികിത്സയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇതാണ് ഇൻ ഷോർട്ട് ഒരു PCODയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു ഡോക്ടർ. അപ്പോൾ എന്തായാലും PCODയെ കുറിച്ച് പ്രേക്ഷകർക്ക് വിശദമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ അതിഥിയും പുതിയ അറിവുകളുമായി വീണ്ടും ന്യൂസ് 3 കാണാം. നമസ്കാരം.